ഇവര് അവസാനം കാണട്ടോ ഒരു ട്വിസ്റ്റ് ഉണ്ട്, മാരക ട്വിസ്റ്റ്. വീട്ടിൽ വന്നു. സ്ഥാനാർത്ഥി വോട്ട് ചോദിച്ചിട്ടില്ല, പക്ഷെ അവരെ കൂടെ ഉള്ള ആളാണ് നമ്മളോട് ഇങ്ങനെ നമ്മുടെ കുട്ടിയാണ്, നമ്മുടെ കുട്ടിക്ക് വോട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ പറഞ്ഞത്. നമ്മുടെ കുട്ടി എന്ന് പറയുന്നത് അത് മതമാണ് ഉദ്ദേശിച്ചത് എന്നാണ് എൻ്റെ ഒരു കണ്ടെത്തൽ. കാരണം ഞാനൊരു കൃത്യമായിട്ട് അങ്ങനെ ഒരു സമുദായം ഒന്നും പറഞ്ഞിട്ടില്ല. സമുദായം എന്ന് പറഞ്ഞില്ല, പക്ഷെ നമ്മുടെ കുട്ടിയാണ് എന്ന് പറയുമ്പോൾ ഞാനൊരു മുസ്ലിം ആ ഒരു രീതി. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളെ നാട്ടിൽ സ്ഥാനാർത്ഥികൾ വരുമ്പോൾ ചിലപ്പോൾ നമ്മളെ അറിയണമെന്നില്ല. അപ്പം നമ്മളെ അറിയുന്ന ആരെങ്കിലൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും അവർ പറയും ഇത് നമ്മളെ കുട്ടിയാണ് കേട്ടോ, അല്ലെങ്കിൽ നമ്മളെ നേതാവാണ് കേട്ടോ, നമുക്ക് ആവശ്യപ്പെട്ട ആളാണ് കേട്ടോ, അല്ലെങ്കിൽ ഇപ്പം നമ്മളെ സംബോധന നമ്മളെ ആൾക്കാർ എങ്ങനെ പറഞ്ഞു കൊടുക്കാം, ഇത് നമ്മളെ കുട്ടിയാണ് കേട്ടോ, നമ്മൾ ചെറുപ്പം മുതൽ അറിഞ്ഞ ആളാണ് കേട്ടോ, ഒന്ന് നോക്കണ്ട അമ്മക്കോ, ഇതിങ്ങനെ പറയൂ. അത് എന്താ ഇവരോടൊക്കെ ഞാൻ പറയാം, ഇതിനൊക്കെ ഉത്തരം കൊടുക്കാൻ നിന്നാൽ ഇനി ലാസ്റ്റ് ടെസ്റ്റ് പാടി ഞാൻ കാണിച്ചു തരാം. ധാരണ തരണ്ട നിങ്ങൾക്ക്, അത് പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അതാണ് അതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇതാ നൈസായിട്ടൊന്ന് തേക്കാൻ നോക്കിയതാ. നമ്മളെ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇസ്ലാമാണ്, ഹിന്ദു എന്നില്ല. ഹിന്ദുവിൻ്റെ വീട്ടിൽ പോയാലും ചിലപ്പോൾ രാഷ്ട്രീയക്കാർ ഇങ്ങനെയൊക്കെ തന്നെ പറയാം. ഞാനൊക്കെ എത്രയോ രാഷ്ട്രീയക്കാർ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. നിലവിൽ ഈ വീഡിയോസ് കാണുന്ന പലരും വീട്ടിലും രാഷ്ട്രീയ പ്രവർത്തകർ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടാവും ഇത് നമ്മളെ ആളാണ് കേട്ടോ, നമ്മളെ കുട്ടിയാണ് കേട്ടോ, നിങ്ങൾ വോട്ട് ചെയ്യണം കേട്ടോ, നമുക്ക് വേണ്ടപ്പെട്ടതാണ് കേട്ടോ, നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരനെ കേട്ടോ എന്നൊക്കെ. എവിടുന്ന് വരണേട് ഇതൊക്കെ?